ഇടുക്കി വണ്ണപ്പുറത്ത് LDF സ്ഥാനാർത്ഥിക്കെതിരെ പരാതി. 13ാം വാർഡ് LDF സ്ഥാനാർത്ഥി ലിജോ ജോസഫിനെതിരെയാണ് അംഗനവാടി വർക്കർ പരാതി നൽകിയത്. അസഭ്യം പറഞ്ഞുവെന്നാണ് പരാതി. സംഭവത്തിൽ അംഗനവാടി ഹെൽപ്പർ നബീസ പോലീസിൽ പരാതി നൽകി. എനിക്ക് ഞാൻ വോട്ട് ചെയ്യണത് എന്റെ ഇതല്ല, ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. ഞാൻ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. എന്തിനാണ് ഞാൻ ചോദിക്കണേ? നീ വെള്ളം അടിച്ചിട്ട് വന്നെങ്കിൽ നിന്റെ വയറ്റിൽ കിടന്നാൽ മതി. അല്ല, നീ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വയറ്റിൽ കിടന്നാൽ മതി. എന്നെ അവിടെ കയറ്റി ഇട്ടാ എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ നിങ്ങളുടെ വോട്ടും വേണ്ട, ഒന്നും വേണ്ടത്. എന്നാ ടീച്ചറും അല്ല, ഹെൽപ്പറാ. ഞാൻ പിള്ളേർക്ക് കഞ്ഞി വെച്ച് കൊടുക്കണ. ഇതെല്ലാം വീഡിയോ ഏറ്റോട്ടിക്കല്ലേ? ഇതെല്ലാം കൂടെ കുറച്ചെനിക്കിട്ട് അല്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്തോ? ഇതോ, ഞാൻ CPM-കാരനാണ്. അതിനിപ്പോ ഞാൻ മുസ്ലിം ലീഗുകാരന് വർഗീയവാദിയല്ല. അതിനിപ്പോ ഞാനെന്നാ വേണ്ട? മനസ്സിലാക്കിയാൽ മതി. നീ വെള്ളം എടുത്തിട്ട് വന്ന് ഇവിടെ വന്ന് നീ പ്രശ്നം ഉണ്ടാക്കണ എന്തിനാ? ഞാൻ വെള്ളം അടിച്ചു എന്നാരാ പറഞ്ഞേ? ഞങ്ങൾക്കറിയാം, ഒരു മനുഷ്യർക്കറിയാം. നിന്നെ വണത്തിട്ട് ഇവിടെ നിൽക്കാൻ പാടില്ല. പിന്നെ വെള്ളം അടിച്ചില്ല വിളിച്ചു കഴിഞ്ഞാൽ അവര് വരാതെയൊന്നും ഇരിക്കില്ല. ഇതാണ് സംഭവിച്ചത്. മറ്റു വാർത്തയിലേക്ക് കൂടി പോകണം. യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്ന ഓട്ടോ ഡ്രൈവർ മനാഫിന്റെ കൊലപാതകത്തിൽ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കും. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിൽ 1-ാം പ്രതി മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. മുനമ്പം ഭൂസമര സമിതി നാളെ സമരം അവസാനിപ്പിക്കും. ഭൂമി പോക്കുവരവ് ചെയ്യാൻ സർക്കാർ ഹെൽപ്പ് ഡെസ്ക് തുറക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിക്കുന്നത്. നിയമമന്ത്രിയും MLA-യും അടങ്ങുന്ന സംഘം നാളെ ഉച്ചയ്ക്ക് സമരപ്പന്തലിലെത്തും. ഇതുവരെ 250ഓളം കുടുംബങ്ങളാണ് 2 വില്ലേജുകളിലായി കരമടച്ചത്.